ഫാമിലിയെ കുറിച്ചുള്ള ഒരു തോന്നൽ എന്താണ്? വളരെ നല്ല തോന്നലാണ്. ഫാമിലിയെ കുറിച്ച് ആദ്യം വരുന്ന തോന്നൽ എന്ന് പറഞ്ഞാലേ ഈ മറ്റേ എക്സ്ട്രാ ലാർജ് എന്നൊക്കെ പറയുന്നില്ലേ, എന്ന് വെച്ചാൽ ഒരു സാധാരണ സൈസിലുള്ള ഒരു ഫാമിലി അല്ല നമ്മുടെ. ഇതേ എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചിലപ്പോ അമ്മ ചോദിക്കല്ലേ, അപമാനിച്ച് മതിയായില്ലേ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ അടിക്കാറുണ്ട്. ഫാമിലിയെ കുറിച്ചുള്ള ആദ്യത്തെ തോന്നൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജില്ലയാണ്. നമ്മൾ ജസ്റ്റ് ഒരു കുടുംബമല്ല, നമ്മളൊരു ജില്ലയാണ്. അങ്ങനെ ഓക്കെ. അടുത്തത് ഞാൻ ഓസിയുടെ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ ആ സമയത്ത് ഓസി പറയായിരുന്നു അച്ഛനും അമ്മയും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഒരു രക്ഷയില്ല എന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് അവളുടെ വീഡിയോസ് കാണുമ്പോൾ തോന്നുന്നു അവര് ഭയങ്കര ലിബറൽ ആയി എന്ന്. വീട്ടിൽ അങ്ങനെ ഒരു ലിബറലിസം കടന്നുകൂടിയോ? അങ്ങനെ കടന്നൊന്നും കൂടിയിട്ടില്ല. എന്ന് പറഞ്ഞാല് കുട്ടികളൊക്കെ വലുതായി അങ്ങനെയാണോ? എന്ന് പറഞ്ഞാല് അച്ഛനും അമ്മയും എങ്ങനെയാണോ അവരിപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ എന്തോ എനിക്കറിയില്ല. പിന്നെ നാച്ചുറലി ഇപ്പൊ നമ്മൾ പിള്ളേർ കുറച്ചുകൂടി വലുതാവുമ്പോഴേക്കും എന്റെ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്ന പോലത്തെ പേരൻസ് അല്ല. more like okay, I mean if you know what നമ്മൾ എന്താ ചെയ്യണമെന്നുള്ള, if you are sure about it, fine, do it. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇങ്ങനെ പോണു. ഓക്കെ. ഹൻസു എപ്പോഴും പറയാറുണ്ട് ഹൻസുവിന് അമ്മു ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ പോലെയാണെന്ന്. എനിക്ക് അവള് മോളെ പോലെയാണ്, അവക്ക് ഞാൻ അമ്മയെ പോലെയാണോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അവളെന്നെ ചേച്ചി പോലെ തന്നെ കാണുന്നത്. അവള് മറ്റേ ഞാൻ അവളെ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കും, നോട്ട് മൈ മദർ എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് നീ മോളെ പോലെയാണ്. അത് ഏതൊക്കെ കാര്യങ്ങളിലാണ് അവ ചേച്ചി അനിയത്തിയെ റെസ്ട്രിക്ട് ചെയ്യുന്നത്? ഞാൻ റെസ്ട്രിക്ട് ചെയ്യുന്നത് കുറവാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഓവറായിട്ട് അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഞാൻ അവളുടെ അവൾക്ക് മുടി വെട്ടണം എന്നൊക്കെ പറയാറുണ്ട്. അതായത് അവൾക്ക് ഈ കൊറിയൻ ഡ്രാമയും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൊറിയയില് അവരുടെയൊക്കെ ഹെയർ ഭയങ്കര മറ്റേ ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ഹെയർ അല്ലേ. അപ്പം ഇവക്ക് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവളുടെ വിചാരം ഇവളുടെ ഈ ചുരുണ്ട മുടി അങ്ങോട്ട് വെട്ടിയാ അത് മറ്റേ ഇങ്ങനെ മറ്റേ സ്ട്രെയിറ്റ് വിഗ് വെച്ച പോലെ കിടക്കും. നമ്മൾ ഇവള് പറയും ഹൻസു അത് വേറെ, നീ നിന്റെ മുടി വെട്ടിയാ നീ മറ്റേ ഷോക്ക് അടിച്ചത്. അവളുടെ ഭയങ്കര ആഗ്രഹമാണ് പാവത്തിന്. അവക്ക് മുടി വെട്ടി അത് സ്ട്രെയിറ്റ് ആക്കി അത് കളറാക്കി ഇങ്ങനെയൊക്കെ കുറെ ആഗ്രഹങ്ങൾ അവക്കുണ്ട്. പക്ഷെ അതിനോട് എനിക്ക് എതിർപ്പുണ്ട്. കാരണം എനിക്ക് അവളുടെ ചുരുണ്ട മുടി ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ഒരു ഇൻഡിവിജ്വാലിറ്റി ഉള്ള ഭയങ്കര മറ്റേ മുന്തിരിക്കൊല പോലെ കൊലച്ച് കിടക്കുന്ന മുടിയാണെന്ന് എനിക്കും അമ്മയ്ക്കും തോന്നാറുണ്ട്. അവൾ എപ്പോഴും പറയാം അവൾക്ക് മുടി വെട്ടണം, മുടി വെട്ടണം, മുടി വെട്ടണം. അതൊക്കെ ഞാൻ റെസ്ട്രിക്ട് ചെയ്യാം. വളരെ ചെറിയൊരു ആഗ്രഹമല്ലേ പറയുന്നത്. ഞാൻ മുടി വെട്ടണം എന്നല്ലേ ചോദിച്ചുള്ളൂ എന്നൊക്കെ. സത്യമായിട്ടും എനിക്ക് തോന്നുന്നു അവള് 18 വയസ്സ് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും ഞാൻ എപ്പോഴും പറയായിരുന്നു അമ്മയടുത്ത്, എനിക്ക് മുടി വെട്ടണം, എനിക്ക് നീണ്ട മുടി വേണ്ട, എനിക്ക് ആകെ മറ്റേ പോണിറ്റെയിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ, എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ പോലെ ലെയർ ചെയ്യണം എന്നൊക്കെ. അപ്പൊ അമ്മ സമ്മതിക്കാറില്ലായിരുന്നു. അന്ന് ഞാൻ കുറെ കിടന്ന് കരയാറുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അന്ന് എന്റെ അമ്മ എന്തുകൊണ്ട് നോ പറഞ്ഞു എന്നുള്ളത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഹൻസികയുടെ ആ ചുരുണ്ട മുടി പ്രോബ്ലി അവക്ക് അതിനോടുള്ള അറ്റാച്ച്മെന്റിനേക്കാൾ എനിക്കുണ്ട്. അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഞാൻ റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതായത് അഹാന എപ്പോഴും അഹാനയുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ആരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹൻസുവിനേക്കാൾ കൂടുതൽ അമ്മേനെയാണെന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്.